സാൻഡ്വിച്ച് ഖാന आपको पसंद है? സാൻഡ്വിച്ച് കഴിക്കുക എന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ഹിന്ദിയിൽ ഒരു ബേസിക് സെന്റൻസ് ഫോം ചെയ്യാൻ സാൻഡ്വിച്ച് കഴിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. ഐ ഈറ്റ് ആപ്പിൾ, ഐ ആം ഗോയിങ് ടു ടൗൺ എന്ന ഒരു സബ്ജക്ട് വെർബ് ഒബ്ജക്ട് എന്ന ഫോമിലാണ് എപ്പോഴും ഇംഗ്ലീഷിൽ നമ്മൾ ഒരു ബേസിക് സെന്റൻസ് ഫോർമേഷൻ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതേ കോൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിന്ദിയും പഠിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. ഹിന്ദിയിൽ ക്രിയ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടെങ്കിൽ അത് എപ്പോഴും ആ ഒരു സെന്റൻസിന്റെ അവസാനം മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. യേ ഹേ ഹമാരി ജോ ഹിന്ദി കാ ജോ പെഹ്ലാ റൂൾ. സബ്ജക്ട് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒബ്ജക്ട് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതുപോലെ തന്നെ വെർബ് എന്താണ്, ക്രിയ എന്താണെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഹിന്ദിയിൽ ഒരു സെന്റൻസ് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാൻ സാധിക്കും. സാൻഡ്വിച്ച് ഖാന आपको पसंद है? സാൻഡ്വിച്ച് കഴിക്കുക എന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ഹിന്ദിയിൽ ഒരു ബേസിക് സെന്റൻസ് ഫോം ചെയ്യാൻ സാൻഡ്വിച്ച് കഴിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. तो बच्चों कैसे हैं आप सब? इस वीडियो के अंदर हम जो देखने वाले हैं സബ്ജക്ട് ഒബ്ജക്ട് വെർബ് ഒരു സാൻഡ്വിച്ച് രൂപത്തിൽ നമുക്ക് ഇതിനെ വളരെ ക്വിക്ക് ആയിട്ട് പഠിക്കാം. സോ സബ്ജക്ട് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒബ്ജക്ട് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതുപോലെ തന്നെ വെർബ് എന്താണ്, ക്രിയ എന്താണെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഹിന്ദിയിൽ ഒരു സെന്റൻസ് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാൻ സാധിക്കും. तो बच्चों कैसे हैं आप सब? സോ റെഡി. സോ ഇതർ നമ്മൾ നോക്കാൻ പോവാണ് വളരെ ബേസിക് ആയിട്ട് ഒരു സെന്റൻസ് എങ്ങനെ ഹിന്ദിയിൽ ഫ്രെയിം ചെയ്യാമെന്ന് വളരെ ക്വിക്ക് ആയിട്ട് നമുക്ക് നോക്കാം. സോ ഹിന്ദിയിൽ സെന്റൻസ് ഫ്രെയിം ചെയ്യാന്ന് വെച്ചാൽ വളരെ അധികം നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കേണ്ട ഒരു കാര്യമേ അല്ല. കാരണം അതിന് നിങ്ങളാണ് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിന്റെ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം SVO എന്ന സ്ട്രക്ചറിലാണ് ഇംഗ്ലീഷിലെ ഒരു ബേസിക് സ്ട്രക്ചർ പോകാറുള്ളത്. സബ്ജക്ട് ഈസ് ദർ, വെർബ് ഈസ് ദർ, ഒബ്ജക്ട് ഈസ് ദർ. ഐ ഈറ്റ് ആപ്പിൾ, ഐ ആം ഗോയിങ് ടു ടൗൺ എന്ന ഒരു സബ്ജക്ട് വെർബ് ഒബ്ജക്ട് എന്ന ഫോമിലാണ് എപ്പോഴും ഇംഗ്ലീഷിൽ നമ്മൾ ഒരു ബേസിക് സെന്റൻസ് ഫോർമേഷൻ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതേ കോൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിന്ദിയും പഠിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. മറിച്ച് നമ്മൾ എന്താണ് മലയാളത്തിലുള്ള അതേ കാര്യം ഹിന്ദിയിലേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതിനുള്ള എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇതിന്റെ മലയാളം നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ഇതിന്റെ മലയാളം വേർഷനും നമുക്ക് നോക്കാം. വളരെ ക്വിക്കായിട്ട് SOV തന്നെയാണ് മലയാളം ഉണ്ടാവുക. കാരണം എന്താണ്, ഞാൻ എന്താണ് ആപ്പിൾ കഴിക്കുന്നു എന്നാണ് പറയാ. ഞാൻ ആപ്പിൾ കഴിക്കുന്നു. റെഡി വെച്ചോ, ഞാൻ ആപ്പിൾ കഴിക്കുന്നു എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഞാൻ ആപ്പിൾ കഴിക്കുന്നു, അതായത് ഐ ഈറ്റ് ആപ്പിൾ എന്നതിന് എന്താണ്, ഞാൻ ആപ്പിൾ കഴിക്കുന്നു എന്ന രീതിയിലാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആദ്യം സബ്ജക്റ്റ് ആയിട്ടുള്ള മേ ഉണ്ട്, അതുപോലെ എന്താണ് വെർബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. രണ്ടാമത് എന്താണ്, ഈറ്റ് എന്ന വെർബാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെർബായിട്ടുള്ള ഈറ്റ് ആണ്. മറിച്ച് എന്താണ് ഒബ്ജക്ട് ഏതിലാണ്, ആപ്പിൾ എന്ന സേബ് ആണ്. സോ അതെന്താണ് ഈ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ സബ്ജക്ട് ഈസ് ദർ, ഐ ആണ്, ഈറ്റ് എന്ന വെർബ്, ഈറ്റ് എന്ന് കഴിക്കുക എന്നത് എന്താണ് വെർബായിട്ടാണുള്ളത്. ഈറ്റ് എന്നതിന് ഖാന രണ്ടും ഹിന്ദിയിലാണെങ്കിൽ ഖാന എന്ന് പറയുന്ന ഭക്ഷണത്തിനും കഴിക്കുക എന്നതിനും വെർബ് ബോത്ത് ആർ സെയിം. സോ ഇവിടെ വെർബ് എന്താണ്, ഈറ്റ് എന്ന് കഴിക്കുക, വെർബ് രണ്ടാമത് വന്നു. ആപ്പിൾ എന്ന ഒബ്ജക്ട് എന്താണ് കഴിക്കുന്നത്, ആപ്പിൾ എന്നത് മൂന്നാമത് വന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഹിന്ദിയിൽ ആദ്യ സമയം ക്യാ ഹൈ ദർ ബദലാവ്, ഹിന്ദിയിൽ വരുമ്പോൾ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്. കാരണം ഒബ്ജക്റ്റും വെർബും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ട്വിസ്റ്റ് ആയ കാര്യം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഒബ്ജക്റ്റ് അങ്ങോട്ട് പോയി, വെർബ് ഇങ്ങോട്ട് വന്നു എന്നൊരു കാര്യം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹിന്ദി പഠിക്കാൻ സാധിക്കും. അതെന്താണ് അതേ ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, ഞാൻ ആപ്പിൾ കഴിക്കുന്നു, മാ സേബ് ഖാത്താ ഹൂ, ഞാൻ ആപ്പിൾ കഴിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇംഗ്ലീഷിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഹിന്ദി പഠിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ ഹിന്ദി പഠിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം മലയാളത്തിലുള്ളവർ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഡിഫിക്കൽട്ടി എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു സെന്റൻസിൽ ഉണ്ടാകുന്ന ട്വിസ്റ്റ് ആണ്. അതൊരു പ്രശ്നം നമുക്ക് ഹിന്ദിയിൽ വരുന്നില്ല. കാരണം അതേ ഫോർമേഷൻ തന്നെയാണ്, അതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഹിന്ദിയിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. റെഡി വെച്ചോ, അതാണ് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ബോണസ് പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മളിപ്പോൾ സാൻഡ്വിച്ച് രൂപത്തിൽ എങ്ങനെ ആക്കണം എന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഒരു സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ബണ്ണിന്റെ നടുക്ക് എന്താണ് ഒരു ലെയർ ഉണ്ടാവും അല്ലെ, ഒരു മിഡിൽ ലെയർ അവിടെ കൊടുക്കുന്നുണ്ടാവും. സോ ആദ്യത്തെ ആ സാൻഡ്വിച്ചിന്റെ ലെയർ എന്താണ് നിങ്ങൾ എടുക്കേണ്ടത്, ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. നടുക്ക് ഫില്ല് ചെയ്യുന്ന ആ ഫില്ലേഴ്സ് ഇല്ലേ, അതിനെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കണം. അതുപോലെ എന്താണ് ലാസ്റ്റ് ബണ്ണും കൂടെ, മൂന്നാമത്തെ ബണ്ണിനെ നമ്മൾ എന്തെടുക്കണം, വീണ്ടും ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കണം. അങ്ങനെ നടക്കണം. സോ അങ്ങനെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാൽ മാത്രം മതി. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. സോ ഒരു സാൻഡ്വിച്ച് രൂപത്തിൽ വളരെ ബേസിക് ആയിട്ട് ഒരു സെന്റൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് മോർ എക്സാംസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യം ഒരു സബ്ജക്ട് ഉണ്ടാവും. ഹിന്ദി ലാംഗ്വേജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം ഒരു സബ്ജക്ട് ഉണ്ടാവും. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വഹ് എന്താണ്, വഹ് എന്ന് പറഞ്ഞാൽ അവനാകാം, അവളാകാം, അത് ആകാം. കുറച്ചും കൂടി ദൂരെയുള്ളതാണ്, ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. അത് ജീവനുള്ളതാകാം, ജീവനുള്ളതാകാം. സോ അവിടെ അവനാകാം, അവളാകാം, അതാകാം, ദാറ്റ് എന്ന അതുമാകാം. സോ ഇത് മൂന്ന് എടുക്കാം. വഹ് എന്താണ് എടുക്കേണ്ടത്, വഹ് ബാസാർ വഹ് ബാസാർ എന്ന് പറയുന്നത് എന്താണ്, ബാസാർ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിനെ പറയുന്നതാണ്. വോ ബാസാർ ജാ രഹാ
है എന്നാണ് പറയാ वो बाजार जा रहा है എന്നാണ് പറയാ സോ वो बाजार जा रहा है का मतलब क्या होता है वो बाजार जा रहा है എന്ന് വെച്ചാൽ എന്താണ് അവൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവൻ മാർക്കറ്റിലേക്ക് പോകുന്നു എന്നാണ് സോ ഇതേ കാര്യമാണ് എന്താണ് ഇവിടെ വഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ് ആദ്യം വന്നു ബാസാർ എന്താണ് രണ്ടാമത്തെ ആയിട്ടുള്ള ഒബ്ജക്റ്റ് അവിടെ വന്നു ജാന എന്ന പോവുക എന്ന വെർബ് അവിടെ കംപ്ലീറ്റ് ആയി ഇതെന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞിട്ടുള്ളത് സോ വർത്തമാന കാലത്തിൽ എന്താണ് അപൂർണ്ണ വർത്തമാന കാലമാണ് സോ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അവൻ ബാസാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സോ ഇതേ സ്ട്രക്ചറിലാണ് മറ്റ് സെന്റൻസ് ഉണ്ടാവുക ഇതുപോലെ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന നൗൺ ഉപയോഗിച്ചിട്ടും പ്രൊനൗൺ ഉപയോഗിച്ചിട്ടും സബ്ജക്റ്റിനെ ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ആരാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്ത് കമന്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ആരാണ് ജയിക്കുക നോക്കുക കാരണം നിങ്ങൾ ഇടുന്ന എന്തൊക്കെയാണ് ഒരു സബ്ജക്റ്റ് ഇടണം അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഇടണം വെർബ് ഇടണം നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഈ ഒരു രൂപത്തിൽ നമ്മൾ ഹിന്ദിയിലെ വളരെ ബേസിക് സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ आप लोग इस वीडियो को लाइक करो कमेंट करो अपने दोस्तों के साथ शेयर भी करो रेडी बच्चों हमने जो बहुत अच्छे से വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ എന്താണ് ഒരു വളരെ ഹിന്ദിയിൽ ഒരു ബേസിക് സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ ഈസി ആയിട്ട് പഠിച്ചിട്ടുണ്ട് सो आप लोगों को इस वीडियो को पसंद हुआ तो मिलते हैं अगली वीडियो के अंदर तो तब तक के लिए धन्यवाद बच्चों थैंक यू